നല്ല വെയിലാ, നമുക്ക് ഇവിടെ നിന്ന് മാറി നിന്ന് സംസാരിക്കാം. തണലത്തെത്തിയപ്പോൾ നല്ല ആശ്വാസം തോന്നുന്നു. അതുപോലെയാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റിന്റെ ഈ ചൂട് കാരണം പല അസുഖങ്ങളും വരാം. നിങ്ങൾ ഈ സൂര്യാഘാതത്തെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോഴത്തെ ഈ ചൂടിൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ കഴിയുന്ന എത്രയും നമ്മൾ അവോയ്ഡ് ചെയ്യണം. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളും പ്രായമുള്ള ആൾക്കാരും പിന്നെ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർ, അതിപ്പോൾ കിഡ്നി രോഗികൾ അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യൻസ്, അതുപോലെ കൺട്രോൾഡ് അല്ലാത്ത ഡയബറ്റീസിലുള്ള ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കണം. പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയങ്ങളിൽ ജോലി കുറക്കുകയോ അല്ലെങ്കിൽ ഇൻഡോറിലേക്ക് മാറ്റുകയോ ചെയ്യുക. അതുപോലെ തന്നെ സൂര്യാഘാതം വരാൻ വേണ്ടിയിട്ട് പുറത്ത് തന്നെ പോകണം നിർബന്ധമില്ല. ഇപ്പോൾ വെന്റിലേഷൻ കുറവായിട്ടുള്ള റൂമുകൾ, അതിപ്പോൾ പ്രായമുള്ള ആൾക്കാർ കിടക്കുന്ന റൂമൊക്കെ ആണെങ്കിൽ വെന്റിലേഷൻ കൂട്ടി വെക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പം അതിൽ നല്ല ഫാന് ഘടിപ്പിക്കുക, അതല്ലെങ്കിൽ നല്ല വെന്റിലേറ്റഡ് ആയിട്ടുള്ള റൂംസ് ആയിരിക്കണം. പിന്നെ മാത്രമല്ല ഈ ഷീറ്റിട്ട വീടുകൾ, അതിലുണ്ടാകുന്ന സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെതൊക്കെ ഈ ചൂട് അമിതമായിട്ട് അതും വീട്ടിൻ്റെ അകത്തു തന്നെ നമുക്ക് സൂര്യാഘാതം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് വരുന്ന അമിതമായിട്ടുള്ള ക്ഷീണം, അതുപോലെ തന്നെ ബോധമില്ലാതാവുക, കുഴഞ്ഞു വീഴുക, ഇതൊക്കെയാണ് പൊതുവെ കണ്ടുവരാറ്. വെയിലത്തുള്ള ഒരാളാണ് കുഴഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ ഒരു തണലത്തേക്ക് മാറ്റുക. അവർ ബോധത്തിൻ്റെ അവസ്ഥ കുറവാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. ഹൈഡ്രേഷൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് വെള്ളത്തിൻ്റെ അംശം. നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതുക. അതുപോലെ പ്രായമായവരെയും ചെറിയ കുട്ടികളെയും ഈ സമയങ്ങളിൽ കഴിയുന്നത്രയും യാത്രകളും ഒഴിവാക്കുക. ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൂര്യാഘാതം എത്രത്തോളം ഡേഞ്ചറസ് ആണ്? അതായത് നല്ല ഡേഞ്ചറസ് ആണ്. കാരണം അത് ഹാർട്ടിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കാം, കിഡ്നി ഫെയിലിയർ വരെ സംഭവിക്കാം, സ്ട്രോക്ക് വരെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. എക്സ്ട്രീം കേസസിൽ മരണം വരെ സംഭവിക്കാറുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഇതിനെ ഒരിക്കലും നമ്മൾ നിസ്സാരമായി കാണരുത്.